ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മൈദയും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കത് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് എണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം 4 ബ്രെഡ് അത് വെള്ളത്തിൽ നനച്ച് ചിക്കനിലോട്ട് ആഡ് ചെയ്യാം. ഇനി വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ ക്യാരറ്റ്, ക്യാബേജ്, സ്പ്രിംഗ് ഒണിയൻ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി നന്നായിട്ട് പുരട്ടി അതിനകത്തോട്ട് കുറച്ച് സോയാ സോസ് ഒഴിക്കുക, കുരുമുളക് പൊടി ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മൈദ പരത്തിയെടുക്കാം. ഞാൻ ഇവിടെ കയ്യിലാണ് മൈദ പരത്തിയെടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല നൈസായിട്ട് പരത്തണമെങ്കിൽ നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഫില്ലിങ് ഒഴിച്ചു കൊടുക്കാം. 20 മിനിറ്റോളം നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ബാക്കി വരുന്ന ഫില്ലിങ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്സാണ് തയ്യാറാക്കുന്നത്. അത് ജസ്റ്റ് ഒരു മുട്ട അല്ലെങ്കിൽ 2 മുട്ട എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ട് അതിലേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്